ഊട്ടിയിൽ വന്ന ഈ ഒരു സംഭവം നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം. അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മളൊരു ചെറിയൊരു ടൂറ് പോയിട്ട് വരാം. അപ്പോൾ എവിടേക്കാന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഞങ്ങൾ ഒരു ഊട്ടി ട്രിപ്പ് പോകാൻ കേട്ടോ. ഈ വെക്കേഷൻ അവസാനിക്കാനാകുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ തുരങ്കം വഴിയാണ് കേട്ടോ നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊന്നും ഞാനിതിൽ പറയണില്ല. നമ്മൾ ഈ കുതിരാൻ തുരങ്കം ശരിക്കും പറഞ്ഞാൽ ഞാനിതുവരെ പോയിട്ടില്ല ഈ വഴി. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിൽ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വഴിയാണ് പോയത്. പിന്നെ ഒരുപാട് പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയി അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളൊരു 10 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഊട്ടിയിലെത്തിയിട്ട് രാത്രിയായി. ഊട്ടിയിലെത്തുമ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച ഹോട്ടലാണ്, നമ്മുടെ ലോഡ്ജിന് അടുത്തുള്ളൊരു ഹോട്ടലാണിത്. ആസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒരു ബിരിയാണി കോംബോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നല്ല റേറ്റും ഉണ്ട്, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് ഇപ്പം നമ്മുടെ റിസോർട്ട് ഇതാണ്. സൂപ്പർ താമസമായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 6 പേര് ഒരുമിച്ച് റൂമിലായിരുന്നു. 2 ബെഡ്, 3 പേർക്ക് ഒരുമിച്ച് കിടക്കാനുള്ള ബെഡും പിന്നെ എക്സ്ട്രാ ഒരു ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഒന്ന് മാറി കിടക്കണമെങ്കിൽ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഒരു റൂമിലാണ് ഞങ്ങൾ 6 പേര് നിന്നിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. റിസോർട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പകർത്തിയില്ല. അപ്പോൾ ഇവിടുത്തെ പൂക്കൾ കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ ആകെ മഞ്ഞളിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല സൂപ്പർ പൂക്കളിട്ട് എന്താ രസം കാണാൻ. ഊട്ടി വന്നാൽ പിന്നെ പൂക്കളുടെ മേളമാണല്ലോ. അപ്പോൾ ഒരുപാട് പൂക്കൾ. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി റിസോർട്ടിൻ്റെ മുന്നിലത്തെ പൂക്കളുടെ കാര്യമായിട്ടേ പറയുന്നത്. ഇനി പൂക്കളുടെ വിസ്മയങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ റിസോർട്ടിൻ്റെ മുന്നിലാണെങ്കിൽ എന്തൊക്കെ കളർ പൂക്കളാണ്, എണ്ണിയാലും തീരില്ല, അത്രയും ഭംഗിയുള്ള പൂക്കൾ. ഈ മരസ്റ്റോമയുടെ വേറൊരു തരപ്പൂവാണിത്. ഇതൊക്കെ നോക്കി എന്താ കളറ് അല്ലേ? ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവുക. അപ്പോൾ എല്ലാ പൂക്കളിനെയും പറഞ്ഞ പോലെ തൊട്ട് തലോടിയിട്ടാണ് ഇങ്ങനെ നടന്ന് ചുറ്റിലും കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളിതെല്ലാം വീഡിയോയിൽ പകർത്തണം. അപ്പോൾ ഇത് ആ റിസോർട്ടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നല്ല ചുമന്ന പൂക്കളും, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല. ഈ ഒരു പൂവൊക്കെ കുല പോലത്തെ നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അതുപോലെ ഇത് പീസ് ലില്ലിയാണ്. കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. പിന്നെ അവിടുത്തെ മരങ്ങളും ഒക്കെ കാണാനൊക്കെ വെറൈറ്റിയാണ്, എല്ലാം വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനവിടെ ചുറ്റും കറങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. രാവിലത്തെ ഒരു ഔട്ട്ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കിൽ കൈയൊക്കെ കെട്ടിയിട്ട് എനിക്കിങ്ങനെ ഒരു നടത്തമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടത് നമ്മുടെ മെസ്സാണ് കേട്ടോ. അതിന് നമുക്ക് വേണമെങ്കിൽ ഫുഡ് അവരോട് പറഞ്ഞാൽ അവർ തന്നെ ഉണ്ടാക്കി തരും. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല, ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഞാനും മേതും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി അപ്പുറത്തെ റിസോർട്ടൊക്കെ എങ്ങനെ ഉണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചാടിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി എന്തോ രസം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ. പക്ഷെ നമ്മുടെ റിസോർട്ടിൽ മുറ്റത്ത് നല്ല അടിപൊളി പൂന്തോട്ടം സെറ്റ് ചെയ്തൊക്കെയാണ്. ഇവിടുത്തെ റിസോർട്ടിൽ ഫുള്ള് തൂക്കുചെടികളും കപ്പിലൊക്കെ നട്ട് വളർത്തിയിരിക്കാൻ കേട്ടോ. അപ്പോൾ അത് ആ പശുക്കൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് റോട്ടിൽ. ഇപ്പോൾ ബസ്സുകൾ ഓണടിക്കുന്നപ്പോൾ ഞങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെ പശുവും പിന്നെ കുതിരയുണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ അങ്ങനെ ഇഷ്ടംപോലെ കുതിരകളും പോവും, പശുക്കളും പോവും. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഊട്ടിയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം. ഫസ്റ്റ് എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട്, അത് കാണാനാണ് കേട്ടോ പോയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വിസ്മയ ലോകം തന്നെ ഉണ്ട്. അത് കണ്ട ആൾക്കാരോട് ചോദിക്കണം എന്താന്ന്. പക്ഷേ ഇത് ഫുള്ള് കണ്ട് തീർന്നില്ല, അങ്ങനെ പറയേണ്ടി വരും. അത്രയും തന്നെ കാണാണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കാൽഭാഗത്തോളം ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പകുതി സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. അത്രയും ഭംഗിയിലാണ് ഇവിടുത്തെ ജോലിക്കാർ ഇവിടെ ഈ ഓരോ ചെടികളും സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഈ പുല്ലുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നത് തന്നെ കാണാനോ നമുക്ക് കാണാം അവരത് ചെയ്യുന്നതൊക്കെ.
ഓരോ തമിഴ് സ്ത്രീകളൊക്കെ ഓരോ ചട്ടികളായിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് ഇത് നടുന്നതും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്നത് എത്രയോ ജോലിക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയും ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമുക്കിനി ഇത് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങാം. നല്ല നീറ്റാണ് കേട്ടോ. നീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം, ഒരു വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. അതൊക്കെ പിടിക്കും. പിന്നെ എന്താ പറയുക, അത്രയും ജോലിക്കാരും ഒക്കെ ഉള്ളതാണല്ലോ. നമുക്ക് എല്ലാത്തിനുള്ള ബാത്റൂമിൽ പോകാനും വെള്ളം കുടിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇഷ്ടംപോലെ ചെടികളുണ്ട്, എണ്ണിയാ തീരാത്ത അത്രയും ചെടികൾ. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതാണ് ഊട്ടി വന്ന സമയത്ത്, പണ്ട് ഒരു വട്ടം. പക്ഷേ എനിക്കെന്തോ ഈ ഗാർഡൻ കണ്ടപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഊട്ടി വരുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞത്. ഇത് ഓരോരോ സെക്ഷനാണ്. മേലേക്ക് ഇങ്ങനെ കയറി പോവാം, അല്ലെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാം. സ്റ്റെപ്പ് ഇഷ്ടംപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി കറങ്ങി. പിന്നെ നമുക്കിത് നടക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ നമുക്കിതിനുള്ളിൽ വണ്ടിയുടെ സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ടാഗും ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാം. എന്നിട്ട് കൈയിൻ്റെ മുകളിൽ ടാഗ് ഇടും. എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു സ്ഥലത്തെത്തും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ കണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു വണ്ടി കയറാം. അപ്പോൾ തന്നെ വണ്ടികൾ ഇഷ്ടം പോലെ വരും. അപ്പോൾ നമ്മൾ അതിലേതെങ്കിലും വണ്ടി കയറിയിട്ട് വീണ്ടും കറങ്ങും. അങ്ങനെ കറങ്ങാട്ടോ. പിന്നെ ഇതാ അങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അതേപോലുള്ള വള്ളിക്കുടിലുകൾ എന്താ രസം കാണാം. പിന്നെ കുറേ മിനി ഹൗസുകളുണ്ട് കേട്ടോ. അതിലൊക്കെ ഇഷ്ടംപോലെ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അധികം വെയിലൊന്നും തട്ടാൻ പാടില്ലാത്ത ചെടികൾ, ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ സെയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നമ്മൾ പുല്ലിക്കൂടെ കുറേ ചെരുപ്പിടാണ്ട് നടന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ തൂക്കുപാലമൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. തൂക്കുപാലം നമ്മളവിടെ ഇങ്ങനെ നിന്നിട്ട് കണ്ടു എന്നല്ലാണ്ട് അതിൻ്റെ അറ്റം വരെ പോണേ. എത്രയോ നടന്നു പോയിട്ടാണ് അങ്ങോട്ട് എത്തുക. പിന്നെ അവിടുന്ന് അത്രയും നമ്മൾ തിരിച്ച് നടക്കണ്ടേന്നൊക്കെ മടി പിടിച്ചിട്ട് അവിടെ ഒന്നും പോയില്ല. ഇത് വേറൊരു മിനി ഹൗസ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല തണുത്ത വെള്ളം, ഊട്ടിയിലെ തണുത്ത വെള്ളം ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറേ ചെടികളും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. ഇതൊക്കെ നമ്മുടെ അവിടെ ഉള്ള അങ്ങനത്തെ ചെടികൾ തന്നെയാണ്. അങ്ങനെ മേത് പറഞ്ഞ് ഇവിടെ തൂക്കുപാലുണ്ട്, നമുക്ക് തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ തൂക്കുപാലം അന്വേഷിച്ച് നടന്നപ്പോഴാണ് തൂക്കുപാലം കിടക്കുന്നത് എവിടെയാണ്, അങ്ങേ അറ്റത്ത്. അത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത്. എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇനി അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് നടക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല, തൂക്കുപാലത്തിൻ്റെ അവിടെ പോയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് വേറൊരു ചെറിയൊരു ഗാർഡൻ, നമ്മളെ ഡാലിയ പൂക്കളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ഇഷ്ടംപോലെ ആളുകൾ. അങ്ങനെയാണ് തിരിച്ച് പോരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് കയറുമ്പോഴാണ് ഈ ഒരു സംഭവം കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ട്. ഇനി ഇതിലും വെറൈറ്റികൾ അപ്പുറത്തുണ്ടാകുന്ന അറിയില്ല, നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടെങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പുൽക്കുടിൽ പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ വേറൊരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറാം. അങ്ങനെ ഇഷ്ടംപോലെ പുൽക്കുടിലുകൾ കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അതിൽ മേൽക്കൂര ഇങ്ങനെ അവിടുത്തെ പണിക്കാരിങ്ങനെ വെട്ടി നല്ല അടിപൊളിയാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു സ്പേസാണ്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫുള്ള് പുല്ലിൻ്റെ ഒരു കുടിൽ പോലെ തോന്നും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാലോ നിറച്ചിങ്ങനെ മരങ്ങളും തണലും ഒക്കെ ഒരൊറ്റ മരം തന്നെയാണ്. പക്ഷെ അതുണ്ട് വെട്ടണ നല്ല ഭംഗിയിൽ വെട്ടി സെറ്റ് ചെയ്ത് വെക്കണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഏണി ഇട്ടിട്ട് കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്ത് നിന്നിട്ട് വെട്ടാനും ഒക്കെ സൗകര്യത്തിന് എന്ത് ഹൈറ്റുള്ള ഏണിയാണെന്നറിയാം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് കളി കളിക്കാൻ പറ്റും. അത്രയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചിരുന്നിട്ട് എന്താ പറയുക എന്നെ കണ്ടുപിടിക്കുക ഈ ഒരു ഏണി അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുല്ലൊക്കെ വെട്ടാം. പിന്നെ അങ്ങനെ കളിക്കുക. പിന്നെ ഇവിടെ വണ്ടികളുണ്ട്. ആ വണ്ടിക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഒരാൾക്ക് 200 രൂപ ടിക്കറ്റിന്. നമ്മൾ വണ്ടിയിലൊന്നും കയറിയൊന്നുമില്ല. നമ്മളിവിടെ ഇങ്ങനെ നടന്നു, പിന്നെ കുറച്ച് നേരം ഇരുന്ന്, പിന്നെ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ട് കുറച്ചൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അങ്ങനെ രണ്ടാമത് പോയത് പൈൻ ഫോറസ്റ്റ് കാണാനാണ്. അത് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പോയാൽ ഈ ഒരു ഫോറസ്റ്റ് ഉണ്ടാവും. നമ്മുടെ എവിടെ പോയാലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു സ്ഥലം. ഒരു കുത്തനായിട്ടുള്ള പൈൻ മരങ്ങൾ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വീഴാതെ മെല്ലെ മെല്ലെ പിടിക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും മരങ്ങളൊക്കെ പിടിച്ച് ഇറങ്ങിപ്പോണം. എന്നിട്ട് താഴെ പോകുമ്പോൾ വലിയൊരു റിവർ അത് കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ കയറ്റം കയറാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെ വിധം മാറിയിട്ടാണ്. അപ്പോൾ ഉമ്മ, മറിയ, പിന്നെ അവർക്ക് തുണക്ക് റിഫാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഞാനും മെഹദും പിന്നെ ബാബയും കൂടിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിപ്പോയത്. ബാബ മീൻസ് ഹസ്ബൻഡിനെ വിളിക്കുന്നതാണ്. മക്കളൊക്കെ ബാബ എന്നാണ് വിളിക്കുക. അപ്പോൾ മൂപ്പർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുക. മൂപ്പരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുക. അത് ആ പണി ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നടക്കണമെന്ന് വെച്ചെങ്കിലും മൂപ്പരുടെ മൈൻഡ് മുഴുവൻ ഗ്രൂപ്പിലാണ്, മൂപ്പരുടെ ഫാമിലി ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് മേദിനായിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ നടന്ന് താഴത്തേക്ക് ഇങ്ങനെ പോയി. ഇവിടെ പിന്നെ കുതിര സവാരി ഉണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് നടക്കാൻ വയ്യാത്തവർക്ക് കുതിരയുടെ പൊക്കത്ത് കയറിയിട്ട് ഇങ്ങനെ ചുറ്റും നടന്ന് കാണാം. പിന്നെ അതുമാത്രമല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഇരിക്കാം. പിന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കാം. ഐസ്ക്രീമും സ്നാക്സും അങ്ങനെ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. പിന്നെ നല്ല വിശാലമായ അടിപൊളി റിവർ എന്നല്ലേ ഇതിന് പറയാം. നല്ല രസമുണ്ട് കാണാൻ. അതൊരു പ്രത്യേക തരം കാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മളെല്ലാം മിക്ക സ്ഥലങ്ങളിലും പോയാലും ഉണ്ടാവും ഈ ഒരു ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റ്. അടിപൊളിയാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്തു. കുറേ നേരം അവിടെ ഇരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ ഓടി നടന്ന് എല്ലാം കാണുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായില്ല. നമ്മൾ റിലാക്സ് ചെയ്യാനാണ് ഊട്ടിക്ക് വന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫുള്ളിങ്ങനെ നടന്ന് സെറ്റാക്കി. ഞാൻ എവിടെ പോകുമ്പോഴും ഈ ഒരു ഗ്ലാസ് വെക്കൂട്ടാ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉംറക്ക് പോകുമ്പോൾ മേടിച്ചതാണ് ഈ ഒരു ഗ്ലാസ്. ഞാൻ എവിടെ ഔട്ട്ഡോർ പോവുകയാണെങ്കിലും എനിക്ക് വെയിലടിക്കുന്നത് അപ്പം നമുക്ക് കണ്ണിങ്ങനെ മഞ്ഞളിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഗ്ലാസ് എടുത്ത് വെക്കൂട്ടാ. ഞങ്ങൾ തിരിച്ച് കയറുന്ന സമയത്താണ് ഈ ഒരു കുരങ്ങച്ചൻ. നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കാണാൻ പറ്റൂലേ. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അവരത് തട്ടിപ്പറിച്ച് കൊണ്ട്. ഫുഡൊന്നും കയ്യിൽ പിടിക്കാതിരുന്നാൽ ഇവരിനെ കൊണ്ട് വലിയ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും നടന്ന് കയറി. അത് മേടിച്ചോ? അതെടുത്തോ. മംഗുസ്ഥാൻ 6 ഉണ്ടോ? ഒരെണ്ണത്തിൽ 6 ഉണ്ടോന്ന്. എന്തൊരു പാടാണിത്, കഴിയുന്നേ ഇല്ല. 150. സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട് കാണുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് എങ്ങനെ പൊളിക്കാമെന്നും കൂടി അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നേരം പാടുപെട്ടിട്ടാണ് അന്ന് പൊളിച്ചത്. ഇതിങ്ങനെ ഉടച്ചെടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിതെന്താ കാട്ടിയെന്നറിയോ, ഇത് പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ
ഇതിൻ്റെ ഉള്ളിലൊരു ചുമന്നൊരു കഴമ്പ് കണ്ടില്ലേ, കാണുമ്പോൾ ഒക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇത് കഴിക്കുക എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഒരുമാതിരി ടേസ്റ്റ് ഇട്ടാ ചവർപ്പൊക്കെ ഞാൻ അതേപോലെ തന്നെ തുപ്പി. ഇതൊരു രസമല്ലോ കുറച്ചോനെ, 150 രൂപ വെറുതെ പോയാന്ന് വിചാരിച്ചേ. വീണ്ടും ഞാൻ എടുത്ത് കഴിച്ചു നോക്കി, ഇനി കഴിച്ചതിൻ്റെ കുഴപ്പമാണോ. അപ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല കഴിക്കുക, അതിൻ്റെ ഉള്ളിലൊരു വെളുത്തിട്ടുള്ളൊരു ഫ്രൂട്ട് ഉണ്ട്, അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് കഴിച്ച് നോക്കിയാൽ അവിടുത്തെ ആ ചേച്ചി പറയണ പോലെ ഒരു വട്ടം കഴിച്ചാൽ പിന്നെയും മേടിച്ച് കഴിക്കും, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ പിന്നെയും കുറച്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാടും ചുരം ഒക്കെ ഇങ്ങനെ കയറി ചുറ്റിയിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ കുറച്ച് ദൂരം പോയാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ രാവിലെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ തൊട്ടടുത്തൊരു ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് പൊങ്കലും ദോശയും ഇഡ്ഡലി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ല ഫുഡായിരുന്നു. പക്ഷേ ഉച്ചക്ക് ഞങ്ങൾ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ കയറി, ഒരു വകക്കുള്ളില്ല കേട്ടോ അവിടുത്തെ ഫുഡൊന്നും. ഇതാണ് ശരിക്കും ഊട്ടിയുടെ പ്രകൃതി എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം പോയത്. അല്ലേ, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയില്ല, അതേപോലെയാണ് പൈക്കര വാട്ടർഫാൾ. കുറേ ഇറങ്ങണം, സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അപ്പോൾ ഇവിടേക്ക് പോണത് ഞാനും ബാബയും റിഫാനും, ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് പോയത്. ഇവിടെ മെഹദും മറിയും ഇമ്മയും അവിടെ ഒരു ഭാഗത്തിരുന്നു, ഇങ്ങോട്ട് കയറിയില്ല കേട്ടോ. അവരവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകണം, സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്കതിങ്ങനെ കാണാം, ഈ ഒരു അരുവി ഇങ്ങനെ പോകുന്നത്, താഴത്തേക്ക് ഇങ്ങനെ പോകുന്നത് കാണട്ടെ. അപ്പോൾ നമ്മൾ വിചാരിക്കാം ഇതെന്താണ് ഇവിടെ ലാസ്റ്റിൽ എന്താ ഉണ്ടാവുക, എന്ത് തരം കാഴ്ച ഉണ്ടാവുക, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് കാശ് മുതലാവോ, ഇറങ്ങിപ്പോയത് മുതലാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. കുറേ ഇറങ്ങിപ്പോകാണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഉള്ള ആ കിതപ്പിനെക്കാട്ടിൽ കൂടുതലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കയറി വരുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കയറണയാണെങ്കിലും പക്ഷേ നമുക്ക് അത്ര അങ്ങോട്ട് കുഴപ്പം തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഇറങ്ങിപ്പോയതിന് ശേഷം കണ്ട കാഴ്ച എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. മല നല്ല സൂപ്പറായിട്ടുള്ളൊരു മല, പിന്നെ അതുപോലെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുത്തനെ ചാടുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഭംഗി ഇങ്ങനെ കുറച്ച് കൂടുതൽ നേരം നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ തോന്നും. നല്ല നമ്മൾ ഈ ഒരു സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഫീലില്ലേ. പക്ഷേ ഈ ഫോണിൽ കൂടെ ക്യാമറയിൽ പകർത്തണക്കാട്ടിലും ഒരു എത്രയോ ഇരട്ടിയാണ് ഇതിൻ്റെ ഭംഗി. ഫോണിൽ കൂടെ കാണുമ്പോൾ അത്ര ഒരു ഭംഗി തോന്നില്ല. പക്ഷെ നമ്മളത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പേര്. ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരാതെ അവിടെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്ന 3 പേര് തന്നെ അവിടെ ഇരുന്ന്, നമ്മൾ 3 പേരാണ് താഴത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസുകളൊക്കെ എടുത്ത് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ വീഡിയോ കോളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ അതാണ് കേട്ടോ വീഡിയോ കോളിൽ കൂടെ അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു ഭംഗിയൊക്കെ ഇതെങ്ങനെ ഇവിടെ
ഞാൻ ഒരു വരും. വീടത് നിങ്ങളാണോ മിസ്റ്റർ മിസ്സസ് സഫി വളരെ കുറച്ച് റിസർച്ച് ചെയ്യണം. വീട് കട തന്നെ കുറേ ഉണ്ട്. കുറേ ആണല്ലേ അതല്ല. വിജന തയ്യൽ പാതി വഴി തേടുന്നു. നിങ്ങളാണോ പ്രൊഫസർ തൊമ്മൻ? ഊട്ടിയിൽ വന്ന ഈ ഒരു സംഭവം നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയും കോട, എന്ത് കോടയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മരൊന്നും കാണാനില്ല, ഒന്നും കാണാനൊന്നുമില്ല, ഫുള്ള് മറഞ്ഞിരിക്കുന്നു. സൂപ്പർ. പോവാ. പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഒരു 5-5:30 ഒക്കെ ആകുമ്പോൾ ഞാനും ബാബിയും മെഹദും കൂടിയിട്ട് വെറുതെ അവിടെയുള്ള ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മലയാളീസ് ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. മലബാർ റെസ്റ്റോറൻറ്റ്, അതുപോലെ നേരത്തെ കണ്ട ഒരു ഹോട്ടലിൽ, അവിടെ നിന്നാണ് ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടുത്തെ ആ ചായക്കട, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ തന്നെയാണ് ഒരു ചെറിയൊരു ചായക്കട. അപ്പോൾ അത് മലയാളി തന്നെയാണ് കേട്ടോ. അതൊരു കാക്കയാണ്. അപ്പോൾ നല്ല ടീ, കോഫി, സ്നാക്സൊക്കെ ഉണ്ട്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ കേക്ക്, മറ്റേ ഇതുപോലത്തെ റോള് പോലത്തെ സംഭവം കേട്ടോ. അപ്പോൾ അതൊരെണ്ണം മേടിച്ച് ഒരു ചായയും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു ചോക്ലേറ്റിൻ്റെ കടയിൽ കയറി. അവിടെ കയറിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കേക്ക് മേടിക്കാനാണ് കേട്ടോ. ചോക്ലേറ്റും മേടിച്ചു, പിന്നെ അതുപോലെ കേക്കും മേടിച്ച്. ഈ കേക്ക് എന്തിനാണ് മേടിച്ചെന്നുള്ളത്, നമ്മൾ അന്ന് +2 റിസൾട്ട് അറിഞ്ഞ ദിവസമായിരുന്നു. അന്നല്ല, തലേ ദിവസം നമ്മൾ ഊട്ടിയിലേക്ക് പോരുന്ന ദിവസമല്ലേ, അപ്പോഴാണ് റിസൾട്ട് അറിഞ്ഞത്. റിഫാൻ്റെ +2 റിസൾട്ട് അറിഞ്ഞത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഒരു കേക്ക് മേടിച്ചിട്ട് മുറിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാധിച്ചില്ല. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഊട്ടി പോയിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചു. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പത്തിന് അവൻ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടാ. അപ്പോൾ സർപ്രൈസൊക്കെ പൊളിഞ്ഞു. എന്നിട്ട് നമ്മളിത് കേക്കുമായിട്ട് പിന്നെ മറിയാക്കൊരു ചെറിയൊരു ചോക്ലേറ്റ് മേടിച്ച്, എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. ഇനി അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം, എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. മറിയാക്ക് മേടിച്ച ചോക്ലേറ്റ് അവൾക്ക് സർപ്രൈസായിട്ട് മേടിച്ചു കൊടുത്തതാണിത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ ഇവിടെ ആകെ വലിച്ചിട്ടേക്കണേ കേട്ടോ. രാവിലെ പോകുമ്പോൾ മാറ്റിയിട്ട് ഡ്രസ്സും ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതൊന്നും ഒതുക്കി പെറുക്കിയിട്ടൊന്നുമില്ല. ഇനി നമ്മളിന്നും ഇവിടെ തന്നെയാണ് നിൽക്കണേ രാത്രിയാകുമ്പോൾ. അപ്പോൾ മറിയാക്ക് ഇത് മേടിച്ച അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ഉമ്മി റൂമിലിരിക്കുക ചെയ്ത്. നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്തു. പക്ഷേ റൂമിൽ വെച്ചിട്ട് മുറിക്കേണ്ട, നമുക്കത് പുറത്ത് നിന്നിട്ട് മുറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത് റിഫാന് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അവർ +2 വലിയ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പം നമ്മൾ A+ ഒന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല, പാസ്സായി. അപ്പോൾ ഇനി ഡിഗ്രിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇനി നമ്മളിതാ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൺഗ്രാജുലേഷൻ ആൻഡ് സെലിബ്രേഷൻ. ഞാൻ എടുക്കുമ്പോൾ അങ്ങനെ വരുള്ളൂ.
ഇഫാന് മാത്രമുള്ള കേക്കല്ല, മറിയ നല്ല മാർക്കോട് കൂടി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. എല്ലാത്തിലും A+. ഇനി മെഹദ് 15 യൂസ് പഠിച്ചതിന് മെഹദിന് അടിപൊളി ഒന്നും പഠിച്ചു. ഇത് വാ ശരിക്കും തുറക്കാത്ത ഇനി ബാബാക്ക് കൊടുക്കാം. ഞങ്ങളെല്ലാവരെയും ഊട്ടിക്ക് കൊടുത്തതിന് വേണ്ടിയിട്ട് ബാബ ഇനി യൂട്യൂബ് ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഞങ്ങൾ ഊട്ടിയിലെ നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടി ഒരു സൈഡ് പാർക്ക് ചെയ്തിട്ട് ആ ഭാഗമൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ്, വലിയ പള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വീഡിയോ എടുത്തു. അവിടെയൊക്കെ ഒന്ന് നടന്ന്, പിന്നെ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ആ ഒരു ഏരിയയാണിത്. അപ്പോൾ ബസാർ കാണാൻ വേണ്ടിയിട്ട് അത് മാത്രമേ നമ്മൾ രാത്രിയാകുമ്പോൾ തുറക്കുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ ശരിക്കും ബസാറൊന്നും കണ്ടില്ല. അവിടെ ഇങ്ങനെ നടന്നു ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി എന്നല്ലാതെ ബസാറിൻ്റെ അടുക്കൊന്നും ഞങ്ങൾ പിന്നെ നടന്നു പോയില്ല കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി അവിടുന്ന് പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെന്താ പോപ്കോണിൻ്റെ ആ ഒരു മസാല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് നമ്മളിവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഫുഡ് മാറിയിട്ട് പുറത്ത് പോയാൽ നമുക്ക് അങ്ങനെ ഫുഡിനോടൊന്നും അത്ര ഒരു ഇത് കിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ കഴിക്കണത് തന്നെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയപ്പോൾ മേടിച്ചു, കുട്ടികൾക്കൊന്ന് കൊടുത്തോന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അവരെങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കണമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പോൾ ആ ഒരു ലേഡി ചെറിയൊരു പെൺകുട്ടിയാണ്, അതും അതിൻ്റെ അച്ഛനാ ആരാണാവോ. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര പൊട്ടി പിടിക്കുന്ന കച്ചവടമാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് അല്ലേ. അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് നമ്മളൊരു മലയാളിയുടെ ഹോട്ടലിലേക്ക് പോയിട്ട് അവിടുന്ന് രാത്രിയാകുമ്പോൾ പിന്നെ നമ്മൾ നൂഡിൽസാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയൊക്കെ ഒരു സെറ്റേ മേടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ 6 പേരില്ലേ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓരോന്ന് ടേസ്റ്റ് നോക്കി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ രാത്രി ഇതുപോലെ നൂഡിൽസ്, പിള്ളേരും ഞാനൊക്കെ നൂഡിൽസാണ് കഴിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ മേടിച്ച് കഴിച്ചു. പിറ്റേ ദിവസം നേരം വെളുത്തു, ഞങ്ങൾ റെഡിയായി. ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരണം. നമ്മുടെ ഊട്ടി ട്രിപ്പ് ഈ ഒരു സ്ഥലത്തിൽ കൂടി കഴിഞ്ഞാൽ കഴിയും. ബൊട്ടാണിക്കൽ ഗാർഡൻ അധികം നേരമൊന്നും നമ്മൾ നിൽക്കണില്ല കേട്ടോ. കുറച്ചൊക്കെ ജസ്റ്റ് അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 28-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അന്നാണ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇതും നമ്മൾ ഒരറ്റത്ത് നിന്ന് ഒരറ്റം കണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വേണം. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളും വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് സംഭവങ്ങൾ പകർത്തിയെന്നല്ലാതെ പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അത്ര തന്നെ. പിന്നെ ഫ്ലവർ ഷോ ലാസ്റ്റ് ഡേ ആയ കാരണം എല്ലാ ഫ്ലവറും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോളിട്ടിട്ട് അതിലായിരിക്കുമല്ലോ ഫ്ലവർ ഷോ ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു പാർക്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചേക്കണേണ് ഫ്ലവർ ഷോ. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഇതെന്തത് എന്ന് തോന്നും. കാരണം ലാസ്റ്റത്തെ ഡേ ആയിട്ട് അതെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം കണ്ട് തീർക്കാൻ തന്നെ വേണം ഒരു ദിവസം ഫുള്ളും. നല്ല ഭംഗിയാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ. ഞാൻ ഒരിക്കൽ വന്നപ്പോൾ ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു. അന്നത് ഒരു ദിവസം ഫുള്ള് ഇവിടെ വന്നിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കറങ്ങിയത് കാരണം പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് കയറി പിള്ളേരൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മളിവിടുന്ന് വീട്ടിലേക്ക് പോവാം എന്നാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നേരം മാത്രമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്.
ഇത് കണ്ട മാംഗോ പോണ്ട് എന്ന് എഴുതി വെച്ചേക്കണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇതിന് ചുറ്റിലും ഡാലിയ പൂക്കളും പിന്നെ അതിൻ്റെ നടുവിൽ താമരക്കുളാണ് തോന്നണം. ഫുൾ ആമ്പലാണോ താമരയാണോ എന്നറിയില്ല. പിന്നെ ഇങ്ങനെ കയറിപ്പോയാൽ ഒരുപാട് ഇതിവിടെ എല്ലാവരും വന്നതായിരിക്കും. എന്നാലും ഫ്ലവർ ഷോ ആയിട്ട് കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെടികളൊക്കെ മേടിക്കാം കേട്ടോ. അതുപോലെ വിത്തുകളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ വിത്തുകൾ. നമ്മുടെ ക്യാബേജ്, ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടിയേ. പക്ഷെ ഞാനതൊന്നും മേടിച്ചില്ല. ക്യാബേജ് നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷേ ക്യാരറ്റൊക്കെ നമുക്ക് വിത്ത് മുളക്കോ ഇനി വെറുതെ ആകണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഊട്ടിയുടെ ഒരു മാഗ്നറ്റ് മേടിച്ചിട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല. പിന്നെ ഈ ഗാർഡൻ്റെ പുറത്ത് കിടന്നപ്പോൾ ഒരു ഡ്രൈ ഫ്ലവർ മേടിച്ചിട്ടുണ്ടായി. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയാലാണ് ഈ ഊട്ടി ഫ്ലവർ വിൽക്കാൻ വെക്കുക. അത് നമ്മൾ നേരത്തെ മേടിച്ചിട്ടുള്ള കാരണം വീട്ടിലുണ്ട് അത്. അപ്പോൾ അത് കാരണം അത് മേടിച്ചില്ല. പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ മേടിച്ചത്. പിന്നെ വലിയ പെരുന്നാളായിരുന്നു 28-ാം തീയതി. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബാബിയും റിഫാനും മേതൊക്കെ ഇവിടുത്തെ ഊട്ടിയിലത്തെ പള്ളിയിലാണ് കേട്ടോ വലിയ പെരുന്നാൾ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗാർഡനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ട് തിരിച്ച് പോരുകയാണ്. പിന്നീടാണ് നമ്മുടെ അടിപൊളി സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അച്ചൂരൊക്കെ ഇറങ്ങി ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചത്. അതിന് ശേഷം നമ്മളൊരു വീട്ടിലേക്ക് എത്താനൊരു 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് വണ്ടിയിലിരുന്ന് അതുവരെ ഭയങ്കര ഒരു 3 മണി മുതൽ ഒരു 7 മണി വരെ ഭയങ്കര ഛർദിയും തലകറക്കും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഞാൻ കളമശ്ശേരി വരെ എത്താൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോഴത്തേനും തല കറങ്ങി എൻ്റെ ബോധമൊക്കെ പോയി. ഹോസ്പിറ്റലിൽ കയറി ട്രിപ്പൊക്കെ ഇട്ട് ഛർദിക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരു 10 മണിയായി വീട്ടിലെത്തുമ്പോൾ, 10:30 മണിയായിട്ടാണ് വീട്ടിലെത്തുമ്പോൾ. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്ന് നമ്മുടെ ഊട്ടി ട്രിപ്പ് അടിപൊളിയായിരുന്നെങ്കിൽ കൂടി ലാസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ഇടങ്ങേറായി. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കാനേ വയ്യ. ആ മാതിരി അവശയായി. ഈ സൗണ്ട് കൊടുക്കുമ്പോൾ പോലും എനിക്ക് സത്യത്തിൽ ഒട്ടും വയ്യ. ഭയങ്കര ടയേർഡാണ്. എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്തതിൻ്റെ ആ ഒരു പ്രശ്നമല്ല, എൻ്റെ ചെവിയുടെ സർജറി കഴിഞ്ഞിട്ട് അധികം ടൈമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു യാത്ര ചെയ്തിട്ടുള്ള ഈ തലകറക്കം എന്നാണ് എനിക്ക് തോന്നണത്. എനിക്കും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇങ്ങനെ യാത്ര ചെയ്താലൊന്നും പ്രശ്നങ്ങളോ, ഞാനങ്ങനെ ഛർദ്ദിക്കണ ആളൊന്നുമല്ല യാത്ര ചെയ്താൽ. പക്ഷേ ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയായി. ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് പോയെങ്കിൽക്കൂടി നമ്മുടെ നാട്ടിലെത്തിയപ്പോഴത്തേനും എൻ്റെ എല്ലാ ഇതും വിട്ട് ഇനി നമ്മുടെ ചാനലൊക്കെ ഒന്നും കൂടിയൊക്കെ സെറ്റാക്കി എടുക്കണമെങ്കിൽ എൻ്റെ ഈ ഒരു ടയേർഡൊക്കെ മാറിയതിന് ശേഷം പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാനൊരു 1-ാം തീയതി മുതൽ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ആക്റ്റീവ് ആവും. അപ്പത്തിന് ക്ഷീണമൊക്കെ മാറണം. അപ്പം നമ്മുടെ സ്ഥിരം ഗാർഡൻ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.